ഹായ് ഗായ്സ്, ശ്രീകാന്ത് സിനിമ കണ്ടു. കുറേ എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ പോയത്. കാരണം ട്രെയിലർ ആയാലും പടത്തിൻ്റെ ടീസർ ആണെങ്കിലും എല്ലാം ഭയങ്കര എക്സ്പെക്റ്റേഷൻ തരുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് രാജ്കുമാർ റാവോയാണ്. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിൽ ഒരാളാണ് രാജ്കുമാർ റാവോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. പുള്ളി നല്ല നൈസായിട്ടാണ് പുള്ളി ആക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ശ്രീകാന്ത് കാണാൻ പോയി. അപ്പം സിനിമ തുഷാർ ഹീരാനന്ദനി ആണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ABCD, എക് വില്ലൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. ഇപ്പം സിനിമയിൽ ഒരു റിയൽ സ്റ്റോറിയാണ്. ശ്രീകാന്ത് ബോലയുടെ കഥയാണ്. ബോളണ്ട് ഇൻഡസ്ട്രീസിൻ്റെ CEO ആണ് ശ്രീകാന്ത് ബോല. മാത്രമല്ല അദ്ദേഹം കണ്ണ് കാണാത്ത വിഷ്വൽ ഇമ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സിനിമ തുടങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ അയ്യോ ഇതിൽ കുറേ കരയാനൊക്കെ ഉണ്ടാവും, കരയാൻ റെഡി ആയിട്ടിരിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് സിനിമയ്ക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്ലോട്ടും കൂടി ആകുമ്പോൾ എന്തായാലും രാജ്കുമാർ റാവോയാണ് നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം സിനിമയുടെ മേക്കിംഗ് കൂടി റൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല ഇമോഷണൽ ആയിട്ടൊരു വിഷമം വരും. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ സിനിമയ്ക്ക് കയറിയിരുന്നത്. അപ്പം ജ്യോതികയുണ്ട്, ജ്യോതികയും രാജ്കുമാർ റാവോയും സിനിമയുടെ ഫുൾ ആയിട്ടുണ്ട്, ഫുൾ പാട്ടിലുണ്ട്. പിന്നെ നമ്മുടെ ഐലൻഡ് മൂവിയിലെ വില്ലനായിട്ടുള്ള ശാരദ് കേൽക്കാർ, അദ്ദേഹം അതിലെ വലിയൊരു റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓക്കെ, നല്ല രസമായിട്ടാണ് സിനിമ പോയത്. പക്ഷേ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ആക്ടിങ് വൈസ് ഓക്കെ ആയിരുന്നു. പിന്നെ ജ്യോതികയുടെ ക്ലീഷേ എക്സ്പ്രഷൻസ്, എപ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും വിഷമവും കലർന്ന ഒരു എക്സ്പ്രഷൻ ഇല്ല. എനിക്കറിയില്ല എങ്ങനെയാണ് മാറ്റാൻ പറ്റുകയെന്ന്. പക്ഷെ ഭയങ്കര നമ്മൾ കണ്ട് പഴകിയ ഒരു എക്സ്പ്രഷനായിരുന്നു. അതുകൊണ്ട് എനിക്കത് നമുക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സങ്കടവും ഒരു സ്ഥലത്തും തോന്നില്ല. ഇപ്പം സില്ലനൊരു കാതലാണെങ്കിലും ചന്ദ്രമുഖിയിൽ ചില സ്ഥലത്തൊക്കെ ആണെങ്കിലും എല്ലാ സിനിമയിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും വിഷമവും കലർന്ന ഒരു എക്സ്പ്രഷനിലൂടെയാണ് ജ്യോതിക എപ്പോഴും വിഷമം കാണിക്കാറുള്ളത്. അപ്പം അതേ എക്സ്പ്രഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇമോഷണൽ കണക്ഷൻ ജ്യോതികയുടെ ഒരു ക്യാരക്ടറിൽ നിന്ന് കിട്ടാൻ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. രാജ്കുമാർ റാവു നന്നായിട്ടാണ്, നല്ല അടിപൊളിയായിട്ടാണ് പുള്ളിയുടെ ആക്ടിങ് പോയത്. ബാക്കി എല്ലാവരും സൂപ്പറായിരുന്നു. ജ്യോതിക മോശമെന്നല്ല, പക്ഷെ കണ്ടു ശീലിച്ച എക്സ്പ്രഷൻ തന്നെയായിരുന്നു. പിന്നെ സിനിമയുടെ സ്റ്റോറി പ്ലോട്ടും പിന്നെ അതിൻ്റെ ഡയറക്ഷനും ഒക്കെ എവിടെയാണ് എനിക്ക് പേഴ്സണലി പ്രശ്നം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഇമോഷണലി ഒരു വിഷമം വരുന്ന ഒരു സീക്വൻസ് സിനിമയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷൻ ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്രയും MIT പോയി പഠിക്കാനും വലിയൊരു ബിസിനസ് തുടങ്ങാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇതെല്ലാം കാണിച്ച ആ ഒരു സമയത്ത് നമ്മൾ ഇമോഷണലി ഒന്ന് വിഷമത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനായിട്ട് നമ്മളൊന്ന് പഴകി വരുമ്പോഴത്തേനും അപ്പം തന്നെ ശ്രീകാന്ത് ബോലനെ അവിടെ ഹീറോ ആക്കി മാറ്റുക എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹീറോയിസം കാണിക്കുന്ന റിയൽ ലൈഫ് മനുഷ്യന്മാരുടെ സിനിമയുടെ എൻഡ് വരുമ്പോഴാണ് എപ്പോഴും അവരൊരു ഹീറോയിക് രീതിയിലേക്ക് വരും. ഇപ്പം പാഡ്മാൻ എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും അതുപോലെ ധോണിയുടെ ബയോപിക് ആണെങ്കിലും എല്ലാത്തിലും അവരുടെ സ്ട്രഗിൾസ് നല്ല കംപ്ലീറ്റ് ആയിട്ട് കാണിച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും സ്ട്രഗിൾസിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബയോപിക് ആയിട്ടുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അറ്റ് ദ എൻഡ് അവരെന്തായാലും ഹീറോസ് ആയിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ ഈ സിനിമയിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സീൻസ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇവന്റ് കഴിയുമ്പോഴത്തേനും ശ്രീകാന്ത് ബോല ഹീറോ ആവുമായിരുന്നു. അപ്പോൾ നമുക്ക് അയാളോടുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ സ്ട്രഗിള് കൊണ്ടെത്തിച്ചത് ഇത്രയും വലിയൊരു കാര്യത്തിലേക്കാണെന്നുള്ളൊരു സാധനം വന്നില്ല. കാരണം അത് എപ്പോഴും കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇത് ചെയ്യുമ്പോൾ പുള്ളി ഹീറോ ആവാണ് വേറൊരു കാര്യത്തിൽ. അങ്ങനെ പുള്ളി എപ്പോഴും ഒരു കുഞ്ഞു കാര്യം വരുമ്പോഴത്തേക്കും പുള്ളി ഹീറോ ആവുമായിരുന്നു സിനിമയുടെ മേക്കിങ്ങിൽ. അപ്പോൾ അതെനിക്ക് കുറച്ച് പാളിച്ചയായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് സങ്കടപ്പെടുന്ന സീക്വൻസുകൾ അങ്ങനെ വരുമോ, അല്ലെങ്കിൽ നമുക്ക് വിഷമിപ്പിച്ച് നമ്മളെ അയ്യോ പാവം അല്ലെങ്കിൽ അയ്യോ ഹീറോ അങ്ങനെ തോന്നിക്കുന്ന ഒരു സാധനം നമുക്ക് എവിടെയും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പോയത് വേറെ ടൈപ്പായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ആക്ടിങ് വൈസ് എല്ലാം നല്ലതായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ഓക്കെ ആയിരുന്നു. ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നോട്ട് ആസ് ഐ എക്സ്പെക്റ്റഡ്. സ്റ്റിൽ തിയേറ്റർ വാച്ച് ആണോ എന്ന് വെച്ചാൽ ഞാൻ അറിയില്ല. ഞാനല്ലാന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അല്ലാന്ന് പറയും. പിന്നെ എന്തായാലും സിനിമ നെറ്റ്ഫ്ലിക്സിലായിരിക്കും വരുന്നത്. അപ്പം നെറ്റ്ഫ്ലിക്സിൽ കണ്ടാലും തിയേറ്ററിൽ കണ്ടാലും നമുക്ക് ഏകദേശം ഏറെക്കുറെയൊക്കെ സെയിം ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും കിട്ടുന്നത്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സോ അതാണ് ശ്രീകാന്തിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.